ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോഷി പെരിച്ചാക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മുതല വളർത്തൽ കേന്ദ്രമാണ്. നമ്മുടെ ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഇടുക്കി ജില്ലയുടെ തമിഴ്നാടുമായിട്ടുള്ള ബോർഡറായിട്ടുള്ള മൂന്നാറല്ല ചിന്നാർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള അമരാവതി ടൂറിസ്റ്റ് സെൻ്ററിലെ അമരാവതി മുതല വളർത്തൽ കേന്ദ്രമാണ്. മൂന്നാറ്റിൽ നിന്നും പളനിയിലേക്ക് പോകുന്ന വഴിക്ക് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി കഴിഞ്ഞാൽ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പളനിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു സെൻ്ററാണ്, ടൂറിസ്റ്റ് സെൻ്ററാണ്. ഭീമകാര വലിയ മുതലകളെയൊക്കെ വളർത്തുന്നുണ്ട്. അവർ റിസർച്ചിന് വേണ്ടി ആണെന്ന് പറയുന്നത്. നമ്മൾക്ക് കയറി കാണണമെങ്കിൽ 100 രൂപ മൊബൈൽ ഫോട്ടോ എടുക്കുന്നതിനും ആൾക്കൊരാൾക്ക് 20 രൂപയും, വണ്ടി പാർക്ക് ചെയ്യുന്നതിനും ബൈക്കാണെങ്കിൽ 20 രൂപയും, 140 രൂപ ഒരാൾക്ക്. വണ്ടിക്കാണെങ്കിൽ വേറെ അധികമാവും. എത്ര മൊബൈൽ ഫോട്ടോ എടുത്താലും അതിനെല്ലാം 100 രൂപ വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ആരെങ്കിലും വന്ന് കാണുകയാണെങ്കിൽ ഒരു നല്ലൊരു മൊബൈൽ ഫോട്ടോ എടുത്തിട്ട് അല്ലെ വീഡിയോ എടുത്തിട്ട് അത് ഷെയർ ചെയ്യുന്നതാണ് ലാഭം. എല്ലാവരോടും വാങ്ങും. അവർ എത്ര പേരുണ്ടെങ്കിലും അവരോടെല്ലാം 100 രൂപ വെച്ച് വാങ്ങും. വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നൊരു മുതല വളർത്തൽ കേന്ദ്രമാണ്. സമയാസമയം ഫുഡ് കൊടുക്കുന്നു. മീനാണ് മെയിനായിട്ടുള്ള കൊടുക്കുന്നത്. മീൻ കൊടുക്കുന്ന ഫോട്ടോകളുമുണ്ട്. ചുറ്റും നല്ല സേഫ്റ്റി വേലികളൊക്കെ കെട്ടി. ഇത് പാർക്കാണ്. ഒരു മുതല വളർത്തൽ കേന്ദ്രത്തോട് ചേർന്നൊരു പാർക്ക് തന്നെയാണ്. പാർക്ക് തന്നെ ഇതിനുള്ളിലുണ്ട്. മനോഹരമായ നല്ല മനോഹരമായ സ്ഥലമാണ്, പാർക്കാണ്. പളനിക്കൊക്കെ വരുന്നവർ ഇത് കാണാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കണ്ടിട്ടില്ലാത്തവരും മുതലയൊക്കെ നേരിട്ട് കാണുന്നത് നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നിറയെ മുതലുകളുണ്ട്. പല സൈസിലുള്ള പല വലിപ്പത്തിലുള്ള നിറയെ മുതലുകൾ ഇതിനകത്തുണ്ട്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം കമ്പി വേലിയൊക്കെ ഇട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ നിറച്ച ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. അതിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കമാണ് കക്ഷി. ഞാൻ വരുന്ന സമയത്ത് മീൻ കൊടുക്കുന്നുണ്ടായിരുന്നു. മീൻ എല്ലാത്തിനും കൊടുക്കുന്നുണ്ടായിരുന്നു. വായൊക്കെ പൊളിച്ച് വെച്ച് കിടന്നുറങ്ങുന്നത്, കൂർക്കം പൊലിച്ചുറങ്ങുന്നതെന്ന് തോന്നുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അഭിപ്രായങ്ങൾ അറിയിക്കാം. വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ മാത്രം അവർ പെർമിഷനോടെ പാർക്ക് ചെയ്യുക. അല്ലാതെ കുറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ മാറ്റി പാർക്ക് ചെയ്താൽ അവരതിന് വേറെ ഫൈനൊക്കെ അടിക്കുകയും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കൃത്യം അവർ ഓഫീസിന് മുമ്പിൽ. അതുപോലെ കുരങ്ങിൻ്റെ ഭയങ്കര ശല്യമുണ്ട്. വണ്ടികളൊക്കെ വളരെ സൂക്ഷിച്ച് നിർത്തുമ്പോൾ തന്നെ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. എല്ലാം എടുത്തുകൊണ്ട് പോകും. ബൈക്കിൽ നിന്നൊക്കെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോകും. വളരെ സൂക്ഷിക്കണം.